തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ തീവ്രമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ചോദ്യമാണ് ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന്. LDF ജയിക്കും, 78 സീറ്റിനെങ്കിലും ജയിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകൾ പോലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ഇങ്ങനെ സംശയം ഉയർത്തിക്കൊണ്ടിരുന്നു. ചാനലുകൾ കുറേ ദിവസം അതിട്ട് അലക്കി ചർച്ച ചെയ്തു. അന്നും ഞാൻ പറഞ്ഞ ഒരു നിലപാടുണ്ട് അക്കാര്യത്തിൽ. അത് നിലപാട് വ്യക്തിപരമല്ല. കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവുക. CPM-ന്റെ പോലെ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നു കോൺഗ്രസ് നടക്കില്ല. കാരണം അതിന്റെ ജനാധിപത്യമുണ്ട്, അതിൻ്റെ രീതികളുമുണ്ട്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നല്ല ചോദിച്ചത്. ഒരുപാട് പേർ കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരാവാനുണ്ട് എന്നാണ്. ശേഷിയുള്ള 4 പേരുടെ പേരെങ്കിലും 4-5 പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. സതീശൻ പ്രതിപക്ഷ നേതാവാണ്, തീർച്ചയായും യോഗ്യനാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും യോഗ്യനാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറി, അദ്ദേഹവും യോഗ്യനാണ്. എന്തുകൊണ്ടാണ് K മുരളീധരന് യോഗ്യനല്ലാതാവുന്നത്? എന്തുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗ്യനല്ലാതാവുന്നത്? അപ്പോൾ ഇവരൊക്കെ യോഗ്യരാണ്. ഒരു പാർട്ടിയിൽ കുറെ ആളുകൾ ഉണ്ടാവും യോഗ്യരായി, പക്ഷെ ഒരാളെ തിരഞ്ഞെടുക്കണം. അതിനൊരു സംവിധാനമുണ്ട്. അതിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയും ഹൈക്കമാൻഡും ഒക്കെ ഉണ്ട്. അതിൽ എങ്ങനെ വേണ്ടി വരട്ടെ. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വലിയ കുഴപ്പമാവുമെന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒക്കെ വന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വളരെ അപൂർവം 1-2 പേര് ഒഴിച്ച ബാക്കി എല്ലാവരും ശരിയായി വന്നു. അവരൊക്കെ ജയിച്ചില്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് എന്തൊരു ആശങ്കയായിരുന്നു ഇവിടുത്തെ ചാനലുകൾക്കും ഭരണപക്ഷത്തിനും. ഇപ്പൊ അതില്ലല്ലോ, അത് പോയില്ലേ. അതുപോലെ തന്നെ കോൺഗ്രസ് നിശ്ചയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ജനവിധി നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിനോടും UDF-നോടും പറയുന്നത്. അതിന്റെ ഗൗരവം കോൺഗ്രസ് ഉൾക്കൊള്ളും, UDF ഉൾക്കൊള്ളും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട രാഷ്ട്രീയ കക്ഷിയാണ്. അവരും മറ്റു കക്ഷികളും ഉൾക്കൊള്ളും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇവരുടെ സാധ്യതകൾ വന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണ്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ആരാണ് മുഖ്യമന്ത്രിയാവുക. ഉദാഹരണത്തിന് വളരെ കഷ്ടിച്ചാണ് വരുന്നതെങ്കിൽ പലരും പറഞ്ഞല്ലോ നെക്ക് ടു നെക്കാണ്. 80 സീറ്റ് 78 സീറ്റ് UDF-ന് കിട്ടും, 80 സീറ്റ് കിട്ടും, 81 വരെ കിട്ടും എന്നൊക്കെ ചില ചാനലുകൾ സൗജന്യമൊക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്. അത് പറഞ്ഞ സമയത്ത് അങ്ങനെയല്ല വരിക എന്നൊക്കെ എന്നെ പോലുള്ളവർ പണ്ട് ആലോചിച്ചിരുന്നു. ഞാൻ 90-ന് മീതെ എന്തായാലും ഉണ്ടാവുമെന്നും ചിലപ്പോൾ 100 കടക്കാൻ സാധ്യതയുണ്ട് എന്നും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. കാരണം അത് കേരളത്തിന്റെ രാഷ്ട്രീയമാണ്. പക്ഷേ 100 സീറ്റ് 90 സീറ്റ് 100 സീറ്റ് വന്ന നിലയ്ക്ക് ഞാൻ കണക്കാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നയിച്ച VD സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഈ ആരോടും പ്രത്യേകിച്ച് വ്യക്തിപരമായ അടുപ്പോ അകലമൊന്നുമില്ല. എല്ലാവരും എനിക്കറിയാം, ആരോടും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. പക്ഷേ സതീശനാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് കേരളം വിധി എഴുതിയിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ആ വിധിയെഴുത്ത് തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം കാണാതിരിക്കില്ല. അതാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞത്, ജനവികാരം കണക്കിലെടുക്കണം എന്ന്. ജനവികാരം വളരെ ക്ലിയർ ആണ് ഇക്കാര്യത്തിൽ. നേരെ മറിച്ച് ഇതൊരു 80-ഓ 82-ഓ ഒക്കെ സീറ്റ് വന്നുള്ളൂവെങ്കിൽ ഒരുപക്ഷെ സതീശന്റെ സാധ്യത കുറയുമായിരുന്നു. എന്താ കാര്യം? 1, വിജയത്തിന്റെ പകിട്ട് കുറയും. 2, എല്ലാ കക്ഷികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണോ സതീശൻ എന്നൊരു ചോദ്യമുണ്ടാവാം. കുറച്ചൊക്കെ ഒരു കടുത്ത നിലപാടെടുക്കുന്ന ഒരാളാണ് സതീശൻ എന്ന രീതിയിലുള്ളൊരു ചീത്തപ്പേരുണ്ട്. ഇതൊക്കെയാണെങ്കിലും അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി വന്നേക്കാം. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുൻ പരിചയമുള്ള ആളാണ് എന്നർത്ഥത്തിൽ അദ്ദേഹം വന്നേക്കാം എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ അദ്ദേഹം യോഗ്യനാണെങ്കിലും ഞാൻ കണക്കാക്കുന്നില്ല KC വേണുഗോപാൽ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യുമെന്ന്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, MP-മാരും മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ച ഹൈക്കമാൻഡിനെ നയിച്ചത് KC വേണുഗോപാലാണ് എന്ന് തന്നെയാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MP-മാർ വരണ്ട എന്ന് തന്നെയല്ലേ അർത്ഥം? അങ്ങനെയെങ്കിൽ ആ നിയമം KC വേണുഗോപാൽ തന്നെ തെറ്റിക്കുമോ എന്ന ചോദ്യമുണ്ട്. രണ്ടാമത്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ വേണ്ടി വരും. ഒന്ന്, KC വേണുഗോപാൽ ഇപ്പൊ MP ആയിരിക്കുന്ന ആലപ്പുഴയിലെ ഉപതെരഞ്ഞെടുപ്പ്, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ. അതുപോലെ KC വേണുഗോപാലിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ, അത് ഇരിക്കൂരോ ആലപ്പുഴ ഏത് വേണിയാവാം, ജയിക്കാൻ വേണ്ടി ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ഉടനെ തന്നെ അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ വലിയ വിരോധമുണ്ടാവും. വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാണ്,
അപ്പൊ ആളുണ്ടല്ലോ, സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അതിലൊരാൾ ആവുക അവരാരുമല്ല ഞാനാണ് എന്ന് കെ സി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100 സീറ്റ് കടന്ന UDF സംബന്ധിച്ചിടത്തോളം അതിനേറ്റവും അർഹനായ ആൾ 100 സീറ്റില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ VD സതീശൻ തന്നെയാണ്. ആ സതീശന് തന്നെ മുഖ്യമന്ത്രിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട്. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? ചിലർ ഈ ചോദ്യങ്ങളൊക്കെ മുമ്പേ ചോദിച്ചു. കഷ്ടിച്ച് ധർമ്മടത്തുനിന്ന് ജയിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ശാരീരികാവസ്ഥയും പ്രായവും ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരിക്കുമോ എന്ന ചോദ്യത്തിന് വലിയ ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, പിന്നെ ജയിച്ച ആളുകൾക്ക് വളരെ കുറവാണ്. മിക്കവാറും പ്രമുഖരായ നേതാക്കന്മാരൊക്കെ തോറ്റു. TP രാമകൃഷ്ണൻ തോറ്റു. അദ്ദേഹം LDF കൺവീനറായിരുന്നു, പ്രതിപക്ഷ നേതാവാകാൻ വളരെ യോഗ്യനായിരുന്നു, മിതഭാഷിയാണ്, നന്നായി പറയുന്ന ഒരാളാണ്. പിന്നെ മറ്റ് മന്ത്രിമാർ പലരും തോറ്റു. V രാജീവ് തോറ്റു, അതുപോലെ പലരും, MP രാജേഷ് തോറ്റു. ഇവരൊക്കെ നിയമസഭയിൽ നല്ല പ്രകടനം നടത്തിയ ആളുകളാണ്. ഇനിയിപ്പോൾ ആകെ അവശേഷിക്കുന്ന 3 പേരാണ് എൻ്റെ മുമ്പിൽ. അതൊന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച ബാലഗോപാലാണ് ഒരു സാധ്യത. മറ്റൊന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ച സജി ചെറിയാനാണ്, സീനിയർ എന്ന അർത്ഥത്തിൽ. അതുപോലെ AC മൊയ്തീൻ ഉണ്ട്, വേണമെങ്കിൽ മുഹമ്മദ് റിയാസും ഉണ്ട്. 3-4 പേർ നമുക്കെടുക്കാം. ഇതിൽ ആർക്ക് പോകും എന്ന് CPM തീരുമാനിക്കേണ്ടി വരും. ബാലഗോപാലിന് നറുക്ക് വീഴാനാണ് ഇന്നത്തെ എനിക്ക് സാധ്യത എന്ന് ഞാൻ കരുതുന്നു. കാരണം ബാലഗോപാൽ മിതഭാഷിയാണ്, കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ്. സജി ചെറിയാൻ കുന്തോ കുടച്ചക്കറോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ അതുപോലെ വർത്താനൊന്നും നിയമസഭയിൽ പറയാൻ പറ്റില്ല. മുഹമ്മദ് റിയാസിന്റെ സാധ്യത വളരെ കുറവാണ്. കാരണം പിണറായിക്ക് പാർട്ടിയിലുള്ള സ്വാധീനം കുറഞ്ഞാൽ അത് മുഹമ്മദ് റിയാസിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാലഗോപാൽ എന്ന പ്രതിപക്ഷ നേതാവും സതീശൻ എന്ന മുഖ്യമന്ത്രിയുമായി അടുത്ത കേരള നിയമസഭ കൂടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.